നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. സ്തോത്രം. ഇന്ന് പോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് സമാധാനം നൽകിയ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ദൈവത്തിൻ്റെ ഒരു വചനം നിങ്ങളുടെ മുൻപിൽ പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും സങ്കടത്തോടെ ഓർത്തിട്ടുള്ള കാര്യമാണ് നമ്മളെ ആരും ഓർക്കുന്നില്ല, നമ്മുടെ പ്രയാസങ്ങളാരും കാണുന്നില്ല എന്നൊക്കെ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, നമ്മളെ മറക്കാത്ത ഒരു ദൈവമുണ്ട്, നമ്മളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം നിങ്ങളോട് ഇന്ന് പകൽ പറയുമ്പോൾ അനേക ആകുലതകളാലും പ്രയാസങ്ങളാലും സങ്കടങ്ങളാലും ഭാരങ്ങളാലും പ്രയാസപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഈ വചനം ധൈര്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഈ വചനത്തെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. എല്ലാ സങ്കടങ്ങളും, എല്ലാ കണ്ണുനീരുകളും, എല്ലാ ഭാരങ്ങളും ഈ വചനത്തിൻ്റെ മുൻപിൽ ഉരുകി മാറും. ദൈവം കൂടെയുണ്ട് എന്ന വലിയ മാറ്റമില്ലാത്ത ഈ വാഗ്ദത്തം ഉള്ളിൽ മുറുകെ പിടിക്കുക. സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാ പ്രതിസന്ധികളെയും നേരിടുക. യേശു കൊണ്ടുകൂടെ. യേശു നിങ്ങളെ സംരക്ഷിക്കും. യേശു നിങ്ങളുടെ രക്ഷകനാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. സകല നന്മകളാലും സകല സന്തോഷത്താലും ആരോഗ്യത്താലും സമ്പന്നതയാലും സമൃദ്ധിയാലും യേശുവിൻ്റെ നാമത്തിൽ നിറയപ്പെടട്ടെ. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. പിതാവേ, ഇന്ന് പകലും അങ്ങയുടെ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജീവൻ്റെ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ എഴുതപ്പെടുമാറാകട്ടെ. പിതാവേ, അങ്ങ് വാക്കുമാറാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന നല്ല പിതാവുണ്ടല്ലോ. അപ്പ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന എല്ലാ ഹൃദയങ്ങളിൽ നിന്നും സങ്കടങ്ങൾ മാറട്ടെ. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് മാറട്ടെ. എല്ലാ പ്രയാസങ്ങളും ആകുലതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പിതാവേ, എല്ലാവരെയും സമൃദ്ധമായി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരെയും സമൃദ്ധമായി ഐശ്വര്യമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാം. ഈ വാഗ്ദത്ത വചനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എഴുതപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.